തിരുവനന്തപുരം വർക്കല ടൂറിസം മേഖലയിൽ സുരക്ഷാ സൗകര്യങ്ങളിൽ കനത്ത വീഴ്ച. ഇവിടെ എത്തുന്ന സഞ്ചാരികളും നാട്ടുകാരും ഇരുട്ടിൽ വലയുകയാണ്. ലക്ഷങ്ങൾ മുടക്കി സർക്കാർ സ്ഥാപിച്ച വഴിവിളക്കുകളും ക്യാമറകളും പ്രവർത്തനരഹിതമാണ്. കേരളത്തിലെ പ്രശസ്ത ടൂറിസം കേന്ദ്രമായ വർക്കല പാപനാശ തീരവും ക്ലിഫ് ഹൗസ് മേഖലയിലെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയിലും ആശങ്ക. ടൂറിസം വകുപ്പ് ലക്ഷങ്ങൾ മുടക്കി ഒരുക്കിയ വഴിവിളക്കുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമായി തുടരുന്നു. സെക്യൂരിറ്റി ക്യാമറകളും പ്രവർത്തനരഹിതമാണ്. എലിപ്പാട് മുതൽ തിരുവമ്പാടി ഉള്ള ഭാഗങ്ങളിൽ രാത്രി കാലങ്ങളിൽ ലൈറ്റ് വെട്ടം വളരെ കുറവാണ്. കാരണം വെച്ചാൽ 11 മണിക്ക് ശേഷം റിസോർട്ടുകളിൽ ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലെ പോകുന്ന സഞ്ചാരികൾക്ക് പോകാൻ വലിയ പാടാണ്. അതൊക്കെ എൻ്റെ താഴെ കുഴിയും കൂടിയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളൊന്നും അവിടെ പ്രവർത്തനമല്ല. ഇതെല്ലാം അവിടുത്തെ കുറെ സാമൂഹ്യ വിരുദ്ധരായിട്ട് കുറച്ച് ആൾക്കാർ ഇതെല്ലാം നശിപ്പിച്ച് കളയുകയാണ്. ഓരോ റിസോർട്ടുകളിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ നടപ്പാതെ അടി കൂടെ പൈപ്പ് വഴി ഈ രാത്രി കാലങ്ങളിൽ പമ്പ് ചെയ്തിരുന്ന സ്വഭാവമുണ്ട്. രാത്രിയാകുമ്പോൾ കൂരിരുട്ടിലാകുകയാണ് സഞ്ചാരികൾ. ക്ലിഫ് ഹൗസ് മുതൽ തിരുവമ്പാടി വരെയുള്ള നടപ്പാതയിൽ സ്ഥാപിച്ചിരുന്ന വഴിവിളക്കുകളുടെ പ്രവർത്തനം നിർത്തിയതോടെ രാത്രി 12 മണി കഴിഞ്ഞാൽ സഞ്ചാരികൾ ഇരുട്ടിൽ തപ്പുകയാണ്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈറ്റുകൾ അണഞ്ഞാൽ ഈ പ്രദേശം കൂരിരുട്ടിലാകും. സഞ്ചാരികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് 13 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച CCTV ക്യാമറകൾ വർഷങ്ങളായി ഉപയോഗശൂന്യമാണ്. സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ഏകദേശം DTPCയുടെ 13 ലക്ഷം രൂപ ചെലവാക്കി സ്ഥാപിച്ച മിക്ക ക്യാമറകളും ഏകദേശം ഒരു വർഷത്തിനകത്ത് തന്നെ പ്രവർത്തനം നിലച്ച അവസ്ഥയാണ്. അതുപോലെ പാപനാശം മുതൽ ബ്ലാക്ക് ബീച്ച് വരെയുള്ള ഏകദേശം 1.5 കിലോമീറ്റർ നീളമുള്ള മിക്ക നടപ്പാതകളിലും രാത്രി കാലങ്ങളിൽ ലൈറ്റുകളില്ല. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റ് സഞ്ചരിക്കുന്ന ഒരു മേഖല കൂടെയാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം. ഇപ്പൊ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇല്ലാതെ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മേഖലയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്നുകളിൽ നിന്ന് കടലിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കുന്നുവെന്നും ക്ലിഫ് ഹൗസ് പ്രദേശത്തെ ചില റിസോർട്ടുകളിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങൾ തീരത്തേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയെടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ വാദം. വഴിവിളക്കുകളും ക്യാമറകളും അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടൂറിസം മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നു കിടക്കുമ്പോൾ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെയും സഞ്ചാരികളുടെയും ഭാഗത്തു നിന്ന് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.